ओम नमो भगवते वासुदेवाय। ओम नम ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 19ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യസ്യ സർവേ സമാരംഭാ കാമസങ്കല്പവർജിതാ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തം ആഹു പണ്ഡിതം ബുധാ. യസ്യ സർവേ സമാരംഭാ കാമസങ്കല്പവർജിതാ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തം ആഹു പണ്ഡിതം ബുധാ. ശ്രീദേവി മാതാജി. हरे कृष्ण। यस्य सर्वे समारंभा कामसङ्कल्पवर्जिता ज्ञानाग्निदग्धकर्माणां तमाहु पंडितं बुधा. हरे कृष्ण. സിനി മാതാജി. यस्य सर्वे समारंभा कामसङ्कल्पवर्जिता ज्ञानादिदग्धकर्माणं तमाहु पंडितं बुधा. हरे कृष्ण. ജീവേശ്വരി മാതാജി. कृष्ण यस्य सर्वसमारंभा कामसङ्कल्पवर्जिता ज्ञानाग्निदग्धकर्माणं तम् आहु पण्डितं बुधा. ഓക്കെ, അതിന്റെ മലയാളം വിവർത്തനം ഒന്ന് വായിക്കോ ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്നു മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹം എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. One is understood to be in full knowledge, whose every endeavor is devoid of desire for sense gratification. He is said by sages to be a worker for whom the reactions of work have been burned up by the fire of perfect knowledge. അപ്പോൾ ആരാണ് ഒരു ജ്ഞാനി? ഹു ഇസ് ഇൻ ഫുൾ നോളേജ്. ആരാണോ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാത്ത ആള്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആളെ എന്താ പറയാ? കർമ്മകാണ്ഡി. അപ്പൊ കർമ്മകാണ്ഡി, കർമ്മയോഗി, ജ്ഞാനി, ധ്യാനി, ഭക്തൻ. ഓക്കെ, ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കർമ്മകാണ്ഡി എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡത്തിന്റെ, അതായത് എല്ലാം എനിക്ക് ആസ്വദിക്കണം എന്നുള്ള ആ തലത്തിലുള്ള ആൾക്കാര്. എൻ്റെ ആസ്വാദനം മാത്രം, അവരൊന്നും വേറെ ആർക്കൊന്നും ഷെയർ ചെയ്യില്ല. എനിക്ക് മാത്രം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികളെ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ കൂട്ടുകാരെ, ഈ ചിന്താഗതി, ആസ്വാദനം മാത്രം, സ്വയം. കർമ്മയോഗ എന്ന് പറഞ്ഞാൽ അവിടെ
അവര് ആസ്വദിക്കും, അവർ സകാമ ഭക്തന്മാരാണ്. പക്ഷേ അവർ കുറച്ച് കൊടുക്കും, ദാനം ചെയ്യും, മറ്റുള്ളവർക്ക് സഹായിക്കും, ഒരു പോർഷൻ നീക്കി വയ്ക്കും. അവർക്കും ആസ്വദിക്കണം, പക്ഷെ കുറച്ച് നല്ല ഒരു ഭക്തി കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനോ അങ്ങനെ കാര്യങ്ങൾക്ക് നീക്കി വെക്കും. അവർ അപ്പൊ അവിടെ ഒരു ഭക്തിയുടെ എലിമെന്റ് ഉണ്ട് കുറച്ച്. കർമ്മയോഗി സകാമ ഭക്തന്മാരാണ്, പൂർണ്ണമായിട്ടും അവര് ഡിറ്റാച്ച് ആയിട്ടില്ല. അവരുടെ ഇന്ദ്രിയ തൃപ്തിയും അവർക്ക് വേണം, അതേസമയം കുറച്ച് നല്ല കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസോ ഇതിനൊക്കെ അവര് സഹായിക്കും അല്ലെ. അവർക്ക് ആഗ്രഹമുണ്ട്. മുഴുവൻ അവര് കർമ്മകാഠി എന്ന് പറഞ്ഞാൽ മുഴുവനും താൻ, തൻ്റെ ഫാമിലി, തൻ്റെ കുടുംബം അല്ലെങ്കിൽ തൻ്റെ എക്സ്റ്റൻഷൻസ്, തൻ്റെ സൊസൈറ്റി, അവർക്ക് മാത്രം, അവരൊന്നും കൊടുക്കില്ല. കർമ്മയോഗി, യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പൂർണ്ണമായിട്ടും അവര് ഭക്തരായിട്ടില്ല. അപ്പൊ സകാമ ഭക്തന്മാർ കുറച്ച്. പിന്നെ അതിൽ തന്നെ നിഷ്കാമ കർമ്മയോഗികളുണ്ട്. നിഷ്കാമം, അതായത് അവർ കർമ്മം ചെയ്യുന്നു, അവര് ഫലമൊന്നും ഇച്ഛിച്ചിട്ടല്ല, അവര് ആ കർമ്മത്തിന്റെ ഫലം മുഴുവനെ ത്യജിക്കുന്നു. നിഷ്കാമ കർമ്മയോഗികൾ. പിന്നെ ജ്ഞാനം, ഇവിടെ പറയുന്നത് ജ്ഞാനമാണ്. അതായത് ആ ജ്ഞാനികള് ആർക്കാണോ ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമുള്ളത്, അവര് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയൊന്നും ചെയ്യില്ല. അവർ ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് ഓടുന്നു. കാരണം ഭൗതിക കർമ്മം ഇവിടെ ഭൗതിക ലോകത്തെ നമ്മളെ ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗതിക കർമ്മങ്ങൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അവരെന്ന് മാറി നിൽക്കുന്നു. അതാണ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അവർ ചെയ്യില്ല ഒരു കർമ്മം. അതാണ് ഹൂസ് എവറി എൻഡെവർ ഈസ് ഡിവോയ്ഡ് ഓഫ് ഡിസയർ ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ജ്ഞാനികളെ ഒരിക്കലും തൻ്റെ ഇന്ദ്രിയ ഭോഗത്തിന് ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇന്ദ്രിയ ഭോഗം നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നത് ഹീ സെഡ് ബൈ ദ സേജസ്, അതായത് സാധുജനങ്ങള് പറയുന്നു എന്താണ്, ടു ബി എ വർക്ക് ഫോർ ഹൂം ദ റിയാക്ഷൻസ് ഓഫ് വർക്ക് ഹാവ് ബീൻ ബേൺഡ് അപ്പ് ബൈ ദ ഫയർ ഓഫ് പെർഫെക്റ്റ് നോളജ്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ്, അവരുടെ ആ കർമ്മത്തിന്റെ റിയാക്ഷൻസ്, കർമ്മത്തിന്റെ ഫലമെല്ലാം നശിച്ചിരിക്കുന്നു. എങ്ങനെ? വിത്ത് ദ ഫയർ ഓഫ് പെർഫെക്റ്റ് നോളജ്. അവർ ജ്ഞാനികളാണ്, അവര് ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് അവര് ഇന്ദ്രിയ ഭോഗത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അതാണ് പറയുന്നത്. പക്ഷെ അതിലും മീതെയാണ് ഭക്തന്മാര്. ഭക്തന്മാര് എല്ലാം ചെയ്യും, ഒരു കർമ്മത്തിൽ നിന്നും മാറി നിൽക്കില്ല. ഇവര് കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം കർമ്മം അവരെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. ഭക്തന്മാരെ എല്ലാ കർമ്മങ്ങളും ചെയ്യും, പക്ഷെ എന്താണ് വ്യത്യാസം? ആ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതിക്കാണ്. അവരൊന്നും മാറി നിൽക്കില്ല, എല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വയ്ക്കുമ്പോൾ അതിന് കർമ്മഫലം ഇല്ല. ഓക്കെ, ആദ്യത്തെ കാറ്റഗറി ആൾക്കാരെ കർമ്മകാണ്ഡീസ്, അവരെല്ലാം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. പിന്നെ കർമ്മയോഗികൾ, അതിൽ സകാമ ഭക്തന്മാരുണ്ട്, നിഷ്കാമ ഭക്തന്മാരുണ്ട്. സകാമ ഭക്തന്മാര് അവര് എൻജോയ് ചെയ്യുന്നു, ബാക്കി കുറച്ച് അവര് ഡിവോഷണൽ ആക്ടിവിറ്റീസും സോഷ്യൽ ആക്ടിവിറ്റീസിനും നീക്കി വയ്ക്കുന്നു. പിന്നെ നിഷ്കാമ ഭക്തന്മാരുണ്ട്. ഓക്കെ, അവര് ഫലം ഇച്ഛിക്കുന്നേ ഇല്ല, പക്ഷെ എങ്കിലും അവർക്ക് അവർക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ. ഒക്കെ വർക്കിനോട്, കർമ്മത്തിനോട് ആസക്തി ഉണ്ട്. ഇന്ന കർമ്മം ഞാൻ ചെയ്യുള്ളൂ, ഇന്ന കർമ്മം ചെയ്യില്ല. നിഷ്കാമ കർമ്മത്തിന്റെ ഫലത്തിനോട് അവർക്ക് ആസക്തി ഇല്ലെങ്കിലും കർമ്മത്തിനോട് അവർക്ക് ആസക്തി ഉണ്ട്. ജ്ഞാനികൾക്ക് എന്താണ്? അവർക്ക് കർമ്മത്തിനോട് ആസക്തി ഇല്ല, കാരണം കർമ്മം ഇവിടെ ബന്ധിപ്പിക്കും. എന്നാലോ അവര് ഫുൾ ഭക്തന്മാരുമല്ല. അപ്പൊ ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു. ഇതാണ് ഇൻ ബ്രീഫ്. So only a person in full knowledge can understand the activities of a person in Krishna consciousness. അപ്പോൾ ഒരു ജ്ഞാനിക്കാണ്, അതായത് ഈ സിദ്ധാന്തം, തത്വങ്ങൾ അറിയുന്ന ഒരു ജ്ഞാനിക്ക് മാത്രമാണ് കൃഷ്ണ കോൺഷ്യസിലുള്ള ഒരു ഭക്തന്റെ കർമ്മത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭക്തന്, ചുരുക്കത്തില് ഒരു ഭക്തന് മാത്രമേ എന്താണ്
ഭക്തി എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റേതെന്താണ്? നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഭക്തി ചെയ്യുന്നു. ശരിക്കും അതായത് നമ്മളൊക്കെ ആ സ്റ്റേജിലാണ്. നമ്മൾ മിക്ക ആൾക്കാരും ഭക്തി ചെയ്യുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഇവിടെ ആരെങ്കിലും ഭഗവാനെ അമിതമായി സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭഗവാന് ഭക്തി ചെയ്യുന്നു ഉണ്ടോ? ആ സ്ഥലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും ഭക്തി ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഉള്ളില്, അതിൻ്റെ പിന്നില് ഭൗതിക ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട് നമുക്ക്. അത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, എനിക്ക് ഭഗവാന്റെ അഹൈത്തുകി ഭക്തി മതി എന്ന് തീരുമാനിക്കുന്ന ആൾക്കാര് അല്ല നമ്മൾ. കാരണം ആ സ്റ്റേജിലേക്ക് എത്തിയില്ല. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം പതുക്കെ പതുക്കെ, അല്ലേ? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ അഹൈത്തുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. അഹൈത്തുകി അപ്രതി. ഇപ്പോ ഭക്തി എന്ന് പറഞ്ഞാൽ അഹൈത്തുകി ആയിരിക്കണം. എന്താണ് അഹൈത്തുകി പറഞ്ഞാൽ? വിത്തൗട്ട് എനി മോട്ടിവേഷൻ, വിത്തൗട്ട് എനി പർപ്പസ്, വിത്തൗട്ട് എനി റീസൺ. ഒരാളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കരുത്, എന്തെങ്കിലും അവിടുന്ന് ഇച്ഛിച്ചായിട്ട് ആയിരിക്കരുത്. ഒരാളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വിത്തൗട്ട് എനി മോട്ടിവേഷൻ, വിത്തൗട്ട് എനി റീസൺ ആയിരിക്കണം. അല്ലെങ്കിൽ ആ സ്നേഹം സ്നേഹമല്ല, അത് കാമമാണ്, അല്ലേ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, എന്താണ് കാരണം? എനിക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടാനുള്ള ഇച്ഛയുണ്ട്, അത് കാരണം. അത് കഴിഞ്ഞാൽ നമ്മള് അവിയലിലെ കടിപ്പത്ത പോലെ ആയിരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് കറവ പശു എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലും പഴയ ഒരു ഇത്. എന്താണ് കറവ പശു എന്ന് പറഞ്ഞാൽ? നമുക്ക് എത്രത്തോളം കാലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ നമ്മളെ അവർ മാനിക്കും. നമ്മൾ ഇൻവാലിഡ് ആയാൽ, നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, നമ്മളെ ക്ഷയിച്ചു പോയാൽ നമുക്ക് ആരും വേണ്ട. അപ്പോൾ എങ്ങനെ കടിപ്പത്ത പുറത്തു പോകുന്നു, അതേപോലെ നമ്മളെയും മാറ്റിവെക്കും. അപ്പൊ സ്നേഹം അങ്ങനെയല്ല. സ്നേഹം പറഞ്ഞാൽ എന്താണ്? യാതൊന്നും പ്രതീക്ഷിക്കാണ്ട്, യാതൊന്നും ഇച്ഛിക്കാതെ, യാതൊരു പ്രതിഫലം ഇച്ഛിക്കാതെ പൂർണ്ണമായിട്ടും മറ്റൊരാളെ സ്നേഹിക്കുക. അത് ആരെ സ്നേഹിക്കാൻ പറ്റൂ? ഭഗവാനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. ഭഗവാനെ സ്നേഹിക്കാൻ പറ്റിയാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. കാരണം ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് അവിടുന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ബന്ധം അവിടെ നിർത്തും, അല്ലേ? അങ്ങനല്ലേ സാധാരണ ഭൗതിക തലത്തില് നമ്മൾ ഒരാളുടെ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടി. ഏത് ബന്ധം, അത് ഭാര്യ ഭർത്തൃബന്ധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ സഹോദരൻ സഹോദരി, സഹോദരൻ സഹോദരൻ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ബന്ധം, ഏത് ബന്ധം അനുസരിച്ച് എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ അത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നമുക്ക് യാതൊരു പ്രതീക്ഷയും യാതൊരു പ്രതിഫലം ഇച്ഛിക്കാണ്ട് സേവിക്കാനും സ്നേഹിക്കാനും പ്രേമിക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അതാണ് ശരിക്കുള്ള പെർഫെക്റ്റ് ലവ് എന്ന് പറയുന്നത്. അതിന് ലവ്, മറ്റത് ലസ്റ്റാണ്. കാരണം കാമം, കാരണം നമ്മളെ ഒരു ബിസിനസ് ഡീൽ പോലെയാണ്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് പ്രതിഫലമായിട്ട് എന്നത് ചെയ്യണം. എല്ലാവരും, അല്ലേ? അല്ലാത്തവരുണ്ട് ഇവിടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ മാത്രം പറഞ്ഞാൽ പാടില്ല. അല്ലേ? അല്ലെങ്കിൽ അല്ല പറയും. പ്രഭു, പണ്ട് ഇതില് വരുന്നതിന് മുമ്പ് അല്ലാന്ന് പറഞ്ഞേനെ ഞാൻ. പക്ഷെ ഇപ്പം നമ്മൾ തന്നെത്താൻ നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയോ നമ്മളും അതെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്കും ചെറിയൊരു സംശയം തോന്നും. തീർച്ചയായിട്ടും. ഒരു ക്ലാസ്സില് ചെറിയൊരു ആർഗ്യുമെന്റ് നടന്നു, ഒരു ഭക്തിവർഷ ക്ലാസ്സിൽ, ഫിസിക്കൽ ക്ലാസ്സിൽ. അപ്പൊ ഒരു മാതാജി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ ഇത്രയും സ്നേഹിക്കുന്നു. ഇത്രയും സ്നേഹിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചു, ഓക്കെ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇതാണ്,
ഓക്കെ, അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും തോന്നരുത് പറഞ്ഞു. ഓക്കെ, ഭർത്താവ് വേറൊരു സ്ത്രീയെ മാതാജി അറിയാണ്ട് സ്നേഹിക്കുന്നത് പറഞ്ഞാൽ എന്ത് ചോദിച്ചു? മുട്ടുകാല് തല്ലി ഒടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്നേഹം എവിടെ പോയി? ഇങ്ങനെ പറഞ്ഞു, മുട്ടുകാല് തല്ലി ഒടിക്കുന്നു. അപ്പോ കണ്ടീഷണലാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ. കണ്ടീഷണൽ, അവിടെ പ്യുവർ അല്ലാതെ. അതാണ് അതിന്റെ കാരണം. അപ്പൊ എവിടെയും ഒരു പ്രതീക്ഷയുണ്ട്, എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, അതായത് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വടുകൾ പ്രൈവസി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്നെസ്, പൊസസീവ്നെസ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ അവിടെ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്തായിരുന്നു അത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഓക്കെ, ട്രാൻസെൻഡന്റൽ എൻവിയസ്നെസ്, ട്രാൻസെൻഡന്റൽ ഇതൊക്കെ ഉണ്ടാവും. ഭഗവാന്റെ ഗോപികമാരും രാധാറാണിയും തമ്മിൽ, അതൊക്കെ ട്രാൻസെൻഡന്റലാണ് അതൊക്കെ. പക്ഷെ രാധാറാണി സ്വയം ഭഗവാനെ തുളസി മഹാറാണിക്കും മറ്റുള്ളവർക്കൊക്കെ ഈവൻ തുളസി മഹാറാണിയുടെ വിവാഹം കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാധാറാണി. മനസ്സിലായി? കാരണം അത് ഭഗവാനാണ്, ഭഗവാന്റെ അംശങ്ങളാണ് ഇവരെല്ലാം. അപ്പൊ എൻ്റെ അംശമാണ് ഈ കയ്യ്, ഈ കാല്. അപ്പോൾ എൻ്റെ കൈയും കാലും ആരെ സേവിക്കുക? ഈ ഞാൻ എന്ന പൂർണ്ണ ദേഹത്തെ, അല്ലേ? അതേപോലെ നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ഈ ഭഗവാന്റെ അംശങ്ങളായ അത് ആരാണെങ്കിലും, എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രം, അവരെല്ലാം ആരെ സ്നേഹിക്കണം? പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ. അതായത് നമ്മൾ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാൻ ഹോളാണ്. അപ്പൊ ഈ പാർട്ട് ആൻഡ് പാർസലെ ഭഗവാനെ സ്നേഹിക്കുക, അതാണ് അതിൻ്റെത്. അപ്പൊ അതിൽ ഒരാൾക്കൊരു ഇതില്ല. അപ്പൊ അതാണ് ഭഗവാൻ തന്നെ പറയുന്നത്, സവൈ പുംസാം പരോധർമ്മോ. പരോധർമ്മമാണ് നമ്മളുടെ പരോധർമ്മം, അൾട്ടിമേറ്റ് ധർമ്മമാണ് നമ്മുടെ. എന്താ? യഥോ ഭക്തി അധോക്ഷജേ അഹൈതുകി അപ്രതിഹത ആത്മ. അഹൈതുകി ഒരു റീസണും ഇല്ല, യാതൊരു മോട്ടിവേഷനും ഇല്ലാണ്ട്, യാതൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ഭഗവാനെ ഒരു കണ്ടീഷനും ഒരു സ്ട്രിങ്സും അറ്റാച്ച്ഡ് അല്ല നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം. അപ്രതിഹത, അതിലങ്ങല്ല ഞായറാഴ്ച മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ, ബാക്കിയുള്ള ദിവസം എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടില്ല. നമ്മൾ ക്ലാസ്സിന് വരുമ്പോൾ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ, അല്ല, 24 മണിക്കൂറും. അതാണ് എൻ്റെ പ്രൈം മോട്ടീവ്. ഇതാണ് ഭഗവാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും. പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു എക്സ്ക്ലൂസീവ്നെസ് നമ്മൾ കൊടുക്കുന്നില്ല ഭഗവാന്. നമ്മളെപ്പോഴും ഓക്കെ, ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഭഗവത് സേവനം ചെയ്യാം, ആഴ്ചയിൽ 4 ദിവസം ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. 24 മണിക്കൂറും എനിക്ക് അതിന് പറ്റില്ല, ബാക്കി കുറച്ച് സമയം എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി വേണം. അപ്പൊ നമ്മൾ ഫുള്ളി സറണ്ടേർഡ് അല്ല ഭഗവാൻ. നമ്മൾ ഫുള്ളി സറണ്ടേർഡ് ആവണം. ഗോപന്മാരെ വൃന്ദാവനത്തെ അവരെല്ലാം ഫുള്ളി സറണ്ടേർഡ് ആണ്. അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് യാതൊരു അജണ്ടയില്ല. എല്ലാം ഭഗവാന്റെ സേവനം മാത്രമാണ് അവർ. അതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. കാരണം അങ്ങനെ സേവിക്കുമ്പോൾ ഭഗവാൻ എല്ലാ ആനന്ദം അവർക്ക് കൊടുക്കും. ആ ആനന്ദം എന്താണ്? ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം എന്നാണ് പറയുന്നത്. പ്രതിപദം, ഓരോ സ്റ്റെപ്പിലും അത് കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭഗവാന് പൂർണ്ണമായിട്ട് നമ്മൾ ശരണം പ്രാപിച്ചതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഭഗവാൻ ആനന്ദം അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. മറ്റേത് നമ്മൾ കുറച്ച് പിടിച്ചിരിക്കുമ്പോ ഓക്കെ, ഇത് ഭഗവാന്, ഇത് എനിക്ക്, അല്ലെ, ഇത് എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക്, ഇത് ഞാൻ ഭഗവാന് കൊടുക്കുന്നു. ആക്ച്വലി ഭഗവാൻ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ കൊടുക്കുന്ന അല്ലാത്ര നോക്കുന്നത്, നമ്മൾ എത്രയാണ് പിടിച്ചു വെക്കുന്നത് അതാണ് നോക്കുന്നത്. ഹി സീയിങ് വാട്ട് വി ആർ ഹോൾഡിംഗ് ബാക്ക്, നോട്ട് വാട്ട് വി ആർ ഗിവിങ്. ഭഗവാൻ അതാണ് നോക്കുന്നത്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞു, ഓക്കെ, നമ്മളൊരു സത്സംഗം കഴിഞ്ഞു, എല്ലാവർക്കും പ്രസാദം ഓണം വന്നു. ഞാൻ എന്താ ചെയ്യാ? അടുത്ത പ്ലേറ്റിൽ എന്താണൊക്കെ സാധനങ്ങള്, എനിക്ക് എന്ത് കിട്ടിയില്ല, അവിടെ എന്താണ് കൊടുക്കുന്നത്, എല്ലാവരെയും അല്ലേ
എന്റെ പ്ലേറ്റിൽ പ്രഭു ഇവിടെ വട കിട്ടിയില്ലല്ലോ, ഇവിടെ പപ്പടം കിട്ടിയില്ലല്ലോ, അവിടെ കിട്ടിയല്ലോ. ഇതാണ് നമ്മൾ നോക്കുക. പക്ഷെ ഭഗവാൻ നമ്മള് കൊടുക്കുന്നതല്ല, നമ്മൾ എന്താണ് പിടിച്ചു വെക്കുന്നത് എന്ന് നോക്കും. കാരണം നമ്മൾ ഫുള്ളി സറണ്ടേഡ് ആണോ അല്ലോ അല്ലയെന്ന്. അപ്പൊ നമ്മളെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡ്യൂട്ടി അല്ല. നമ്മൾ ഇപ്പൊ എന്താ പറയുക, സ്പിരിച്വൽ ഡ്യൂട്ടി or സ്പിരിച്വൽ ആക്ടിവിറ്റി, മെറ്റീരിയൽ ആക്ടിവിറ്റി, ഇത് രണ്ടായിട്ട് കാണുന്നതാണ്. ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര്, അവർക്ക് ഒറ്റ ആക്ടിവിറ്റി ഉള്ളൂ. എവറിഥിങ് ഇസ് സ്പിരിച്വൽ ആക്ടിവിറ്റി. അവർക്ക് മെറ്റീരിയൽ ആക്ടിവിറ്റി ഇല്ല. അവർക്ക് മെറ്റീരിയൽ ആക്ടിവിറ്റി ഇല്ല. അവർ ചെയ്യുന്നതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റി ആണ്. അവർക്ക് അയ്യോ ഇത് രാവിലെ ഞാൻ മെറ്റീരിയൽ ആക്ടിവിറ്റി, വൈകുന്നേരം ഞാൻ സ്പിരിച്വൽ ആക്ടിവിറ്റി, അങ്ങനെ അവർ 24 മണിക്കൂറും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാനെ മധ്യേ നിർത്തി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. ഈവൻ നമ്മൾ ചെയ്യുന്ന ആ മെറ്റീരിയൽ ആക്ടിവിറ്റി, ഭൗതിക കർമ്മങ്ങള് മറ്റുള്ളവർക്ക്, ഇവരും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, അർജുനനും ദുര്യോധനും യുദ്ധം ചെയ്യുന്നു. എന്താണ് രണ്ടുപേരുടെയും യുദ്ധത്തിന്റെ വ്യത്യാസം? രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു. എന്താണ് വ്യത്യാസം? ഒരാള് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റേ ആള് അധർമ്മത്തിന് വേണ്ടി. ഒരാള് ധർമ്മത്തിനും ഒരാൾ അധർമ്മത്തിനും. അതിനെ കുറച്ചും കൂടി പോളിഷ് ആയിട്ട് പറഞ്ഞാണ്, ഒരാള് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. മറ്റൊരാള് അവരുടെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ദുര്യോധനൻ തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു, അർജുനൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു. രണ്ടുപേരും യുദ്ധം ചെയ്യാണ്, അല്ലെ? ഇപ്പൊ നമ്മളുടെ ഒരു പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരാള് എന്താ വ്യത്യാസം? രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഇത്? ഇപ്പൊ എന്താ കാര്യം? പക്ഷെ ഇവിടെ അർജുനൻ ചെയ്യുന്ന യുദ്ധത്തിന് അതിന് റിയാക്ഷൻസ് ഇല്ല, ദുര്യോധനൻ ചെയ്യുന്ന യുദ്ധത്തിന് അതിന് റിയാക്ഷൻസ് ഉണ്ട്. രണ്ടുപേരും ഒരേ കാര്യമല്ലേ ചെയ്യുന്നത്, ഒരേ ആക്ടിവിറ്റി, അല്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും ഒരേ ആക്ടിവിറ്റി, പക്ഷെ ഒന്നിന്റെ റിസൾട്ട് സ്പിരിച്വൽ റിസൾട്ടും ഒന്നിന്റെ റിസൾട്ട് മെറ്റീരിയൽ റിസൾട്ടും. അതാണ് ഈ കാര്യമാണ് നമ്മുടെ. അപ്പൊ ഒരു പുറമെ ഒരാൾ നോക്കുമ്പോൾ ഇതിനെപ്പറ്റി ഈ തത്വം അറിയാത്ത ഒരാൾ എന്താ വ്യത്യാസം? അയാളും യുദ്ധം ചെയ്യാണ്, ഇയാളും യുദ്ധം ചെയ്യാണ്. പക്ഷെ ഒരു ഭക്തനെ അറിയുള്ളൂ അതിന്റെ വ്യത്യാസം എന്താണ്. ഒന്ന് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു, മറ്റേയാള് സ്വന്തം താല്പര്യം, സ്വന്തം സ്വാർത്ഥത, സ്വന്തം ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അവിടെ ഭഗവാൻ പിക്ചറിലേ വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് പൂജ ചെയ്യാണ്, ഓക്കെ? ഒരു തേർഡ് പേഴ്സന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാനും പൂജ ചെയ്യുന്നു, നിങ്ങളും പൂജ ചെയ്യുന്നു. നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന് പൂജ ചെയ്യുന്നു വിത്തൗട്ട് എനി ഡിമാൻഡ്, ഓക്കെ? യാതൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഭഗവാനാണ് എല്ലാം തരുന്നത്, ആ ഭഗവാനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂജ ചെയ്യുന്നു. ഞാനും പൂജ ചെയ്യുന്നു. ഞാൻ മറ്റ് അന്യ ദേവി ദേവതമാർക്ക് അല്ലെങ്കിൽ സോ കോൾഡ് ബാബാസ്, ഓക്കെ, ആൾ ദൈവങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലേ? ദേവി ദേവന്മാര് അത് റെക്കമെൻഡഡ് ആണ്, അത് ഇറ്റ്സ് ഓക്കെ, അത് അത്തോറൈസ്ഡ് ആണ്. പക്ഷേ അതല്ലാതെ ആൾ ദൈവങ്ങളുണ്ട് കുറെ. മനുഷ്യരെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ആര് ചെയ്യുന്നു? അവരെ പൂജിക്കുന്നു. അപ്പോൾ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ ഇദ്ദേഹം മണിയടിച്ചിട്ട് ആര് ചെയ്യുന്നു? നിങ്ങളും മണിയടിച്ച് ആര് ചെയ്യുന്നു? നിങ്ങളെ എന്തിനാണ്? ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഭഗവാൻ കൃഷ്ണനാണ് ഈ പ്രപഞ്ചനാഥൻ, നമുക്കെല്ലാം തരുന്നത്. ഓക്കെ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു അന്യ ദേവി ദേവതമാർക്ക് അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾക്ക്. ഞാനും മണിയടിച്ചിട്ട് ധൂപം, പിന്നെ ദീപം, അർഘ്യം, ഇതെല്ലാം ചെയ്യുന്നു. പുറമെ ഇത് അറിയാത്ത ആള് എന്താ പറയുക, രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു, പക്ഷെ രണ്ടും അജഗജാന്തരമാണ്. എന്താണ് കാരണം? ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയും നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയും ഒരുപാട് വ്യത്യാസമുണ്ട്. ജമീൻ ആസ്മാൻ ക ഫറക്ക് എന്ന് പറയുന്നില്ല. അതായത്
ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ചെയ്യുന്നത് ഓഥന്റിക് ആണ്, അത് റൈറ്റ് ആണ്, അത് ശരിക്കുള്ള ഒരു പ്രാർത്ഥനാ വിധിയാണ്. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അത് ഓഥന്റിക് അല്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ ചെയ്യുന്നത് അതാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ തത്വം അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന കാരണം. അപ്പൊ നമ്മളെയും അവരെയും ഒരേ ത്രാസിലിട്ടിട്ട് അവർ തൂക്കും. അവരെല്ലാം രാവിലെ ഇരുന്ന് മണിയടിക്കണു, അത് ചെയ്യുന്നു, അവർ ബുക്ക് വായിക്കുന്നു. ഇപ്പോ ആൾദൈവങ്ങളുടെ അവരുടെ പേരും പറഞ്ഞിട്ട് സ്തുതിക്കുന്നു. നമ്മൾ ഭഗവാന്റെ സ്തുതി ചെയ്യുന്നു. എസ്പെഷ്യലി ഭഗവത്ഗീതയിലും ഭാഗവതത്തിലെ ഒരുപാട് സ്തുതിയുണ്ട് അല്ലേ? ധ്രുവസ്തുതിന്റെ, പ്രളാസ്തുതിന്റെ, കുന്തിസ്തുതിന്റെ, ഭീഷ്മസ്തുതിന്റെ, ബ്രഹ്മസ്തുതിന്റെ, ഡെമിഗോഡ്സിന്റെ സ്തുതിയുണ്ട്. അങ്ങനെ ഒരുപാട് ഗോപിക ഗീതം അല്ല മുരളി ഗീതം, അങ്ങനെ ഒരുപാട് സ്തുതികളുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനാണ് ഈ പ്രപഞ്ചനാഥൻ, ഭഗവാനാണ് നമുക്കിതെല്ലാം തരുന്നത്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നു, ഒന്നും പ്രതീക്ഷിക്കാണ്ട്. മറ്റുള്ളവരെ ആൾദൈവങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള അന്യ ദേവി ദേവതമാരെ സ്തുതിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട്. വ്യത്യാസം ഭഗവത്ഗീതയും ഭാഗവതം അറിയുന്ന ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒരാൾക്ക് പുറമെ നിന്ന് കൊടുക്കുമ്പോൾ അവരെല്ലാം ഭക്തന്മാരാണ്. ആരാണോ അവർ? ഭക്തന്മാരാണ്. ഭക്തി ഭഗവാൻ കൃഷ്ണന് മാത്രം പറഞ്ഞതാണ്, വേറെ ആർക്കുമില്ല. ഭജ, ഭജന, മന്മന ഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാം ഏവശിഷ സത്യം തേ പ്രതിജാനെ പ്രിയോസി. ഭഗവത്ഗീത, ഭാഗവതം, ഭക്തി, ഭക്തൻ എല്ലാം ഭജന. ഓക്കെ, അത് ആർക്കാണ്? ഭഗവാൻ കൃഷ്ണന് മാത്രമേ ഭക്തിയുള്ളൂ. മറ്റത് മറ്റ് അന്യ ദേവി ദേവതമാർക്ക് നമ്മൾ അവരെ ഗ്ലോറിഫൈ ചെയ്യണം. എങ്ങനെ? ഭഗവാന്റെ ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക്, നമ്മൾ എക്സോൾട്ടഡ് ഡിവോട്ടീസ് എന്ന നിലയ്ക്ക് നമ്മൾ അവരെ ഗ്ലോറിഫൈ ചെയ്യാം. ഭഗവാനായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ യോഗ്യത എല്ലാവർക്കും. ഭഗവാനായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ വിഷ്ണു തത്വം മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. ബാക്കിയൊക്കെ ഭഗവാന്റെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ് ആൻഡ് ഭഗവാന്റെ ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഭജിക്കേണ്ടത് ഭഗവാനെ മാത്രം. ഓക്കെ, ഭഗവാൻ. ഭഗ എന്ന് പറഞ്ഞാൽ ഓപ്പുലൻസ്, ഐശ്വര്യങ്ങൾ. വാൻ പറഞ്ഞാൽ വൺ ഹൂ പൊസസസ്. അപ്പൊ ആർക്കാണോ ഈ 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളത് അവരെ ഭഗവാൻ എന്ന് പരാശരമുനി ഏത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? വിഷ്ണു പുരാണത്തിൽ. ഓക്കെ, അപ്പോ ഈ 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് കൃഷ്ണ. അദ്ദേഹത്തിന് അപ്പൊ എന്താണ് ഷഡ് ഐശ്വര്യങ്ങൾ പറയുന്നു? സിക്സ് ഓപ്പുലൻസസ്. ഓക്കെ, 6 ഓപ്പുലൻസസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് 6 ഓപ്പുലൻസസ്? Name, fame, wealth, ഐശ്വര്യം, സൗന്ദര്യം, സമ്പത്ത്. ഐശ്വര്യം, സൗന്ദര്യം, സമ്പത്ത്. എന്താ ഓക്കെ, ഞാൻ അതിന്റെ ശ്ലോകം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഐശ്വര്യസ്യ സമഗ്രസ്യ. ഐശ്വര്യസ്യ സമഗ്രസ്യ. ഐശ്വര്യം പറഞ്ഞ ഓപ്പുലൻസസ്. ഓക്കെ, അപ്പോ സമഗ്രസ്യ, സമഗ്ര പൂർണ്ണമായിട്ടും. വീര്യശ്ച യശസ്സ ശ്രിയ. വീര്യ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, ബലം. ഓക്കെ, സ്ട്രെങ്ത്, ശക്തി. യശസ് പറഞ്ഞാൽ ഫെയിം, യശസ് തന്നെ, കീർത്തി. വീര്യസ്യ യശസ്സ ശ്രിയ. ശ്രിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ധനം, ഒന്ന് സൗന്ദര്യം. ശ്രീ പറഞ്ഞ 2 അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ 2 അർത്ഥമുണ്ട്. ഒന്ന് സൗന്ദര്യം, ഒന്ന് ധനം, സമ്പത്ത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യോശൈവ ഷണ്ണം ഭഗ ഇതിൻ ഗണ. ജ്ഞാനം, വൈരാഗ്യം. അപ്പൊ ഇത്രയും 6 എണ്ണായി.
ഷണ്ണം പറഞ്ഞാൽ 6. അപ്പോ ഏതൊരു വ്യക്തിക്കാണോ ഈ 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളത്, ആ വ്യക്തിയെ ഭഗവാൻ എന്ന് പറയുന്നു പരാശരമുനി, വ്യാസദേവന്റെ പിതാവ്. അപ്പോ പൂർണ്ണമായിട്ടും 100% സൗന്ദര്യമുള്ളവൻ, 100% ബലവാനായിട്ടുള്ളവൻ, 100% യശസ് ഉള്ളത്, 100% ജ്ഞാനം, അതായത് നോളജ്, 100% വൈരാഗ്യം, പിന്നെ 100% സമ്പത്ത്, ധനം. അങ്ങനെ 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി ഒരേ ഒരാളേ ഉള്ളൂ. അദ്ദേഹമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. So, only a person in full knowledge can understand the activities of a person in Krishna consciousness. അപ്പോൾ ഭഗവാന്റെ കൃഷ്ണ കോൺഷ്യസ്നസ് മനസ്സിലാക്കണമെങ്കിൽ അതിന് ജ്ഞാനം വേണം. ജ്ഞാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം? ഭഗവാൻ തന്നെ ഭഗവത്ഗീതയും ഭാഗവതും മറ്റ് ഗ്രന്ഥങ്ങളും വ്യാസദേവൻ മുഖേന നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വായിച്ച് ഇത് മനസ്സിലാക്കി ഇത് ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ കൃപ നമുക്ക് തരും. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കും. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന്റെ കൃപ വേണം, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. സോ ബിക്കോസ് ദ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് is devoid of all kinds of sense gratificatory propensities, it is to be understood that he has burned up the reactions of his work by perfect knowledge of constitutional position as the eternal servitor of the Supreme Personality of Godhead. അപ്പോ ഒരു ശുദ്ധ ഭക്തൻ, ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ, അദ്ദേഹത്തിന് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഇച്ഛയും ആഗ്രഹവും ഇല്ല. അദ്ദേഹത്തിന് അറിയാം എന്താണ് ജീവേര സ്വരൂപോഹോയെ കൃഷ്ണേര നിത്യദാസ്, ഞാൻ കൃഷ്ണന്റെ നിത്യദാസനാകുന്നു. എൻ്റെ സ്വരൂപം എന്താണ്? ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസനാകുന്നു. ഇത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു ഭക്തന് അദ്ദേഹത്തിന്റെ മുൻജന്മത്തിലെ ഒരുപാട് കർമ്മഫലങ്ങളെല്ലാം നശിക്കപ്പെടും. ഓക്കെ, അതിൽ തീയിലെരിയും. എങ്ങനെ? ബൈ പെർഫെക്റ്റ് നോളജ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഞാൻ ജീവര സ്വരൂപമായ കൃഷ്ണര നിത്യദാസ എന്നുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാപകർമ്മങ്ങളും അത് തീയിൽ എരിഞ്ഞു വീഴും എന്നാണ്. സോ ഹി ഈസ് ആക്ച്വലി ലേണഡ് ഹു ഹാസ് അറ്റൈൻഡ് ടു സച്ച് പെർഫെക്ഷൻ ഓഫ് നോളജ്. അങ്ങനത്തെ ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു ഭക്തൻ, he has attained perfection of knowledge. അതിന്റെ ആ നോളജ്, ജ്ഞാനത്തിന്റെ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു ഭക്തനാകുന്നു. ഡെവലപ്മെന്റ് ഓഫ് ദിസ് നോളേജ് ഓഫ് എറ്റേണൽ സർവിറ്റർഷിപ്പ് ടു ദ ലോർഡ് ഈസ് കമ്പയർഡ് ടു ഫയർ. അപ്പോൾ ഈ ജ്ഞാനം ആർജിച്ചെടുക്കുന്ന പറഞ്ഞാൽ ഇത് അഗ്നിക്ക് സമാനമാകുന്നു. ഈ നോളേജ് ഈസ് ലൈറ്റ്. ഇവിടെ ലൈറ്റ് മീൻസ് ഫയർ. നോളേജ് മീൻസ് ലൈറ്റ്. ഇഗ്നോറൻസ് മീൻസ് ഡാർക്ക്നെസ്, അന്ധകാരം അല്ലെ? അപ്പോ ജ്ഞാനം വെളിച്ചവും, ഇഗ്നോറൻസ് എന്താണ്? അന്ധകാരവും. സോ വൺസ് കിൻഡിൽഡ് ക്യാൻ ബേൺ അപ്പ് ഓൾ കൈൻഡ്സ് ഓഫ് റിയാക്ഷൻസ് ടു വർക്ക്. അപ്പോൾ ഈ ജ്ഞാനത്തിന്റെ ദീപം കൊളുത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അജ്ഞാനവും എല്ലാ അജ്ഞതയും ഈ തീയിൽ കത്തിയെരിയും. അപ്പോൾ അങ്ങനെ നമ്മളുടെ കർമ്മ ഫലങ്ങളെല്ലാം ഈ തീയിൽ കത്തിയെരിയും എന്നാണ് പറയുന്നത്. അപ്പോൾ വേർ ദർ ഇസ് സൺ ദർ ഇസ് നോ ഡാർക്ക്നെസ്, വേർ ദർ ഇസ് ലൈറ്റ് ദർ ഇസ് നോ ഡാർക്ക്നെസ് അല്ലേ? എവിടെ ജ്ഞാനമുണ്ടോ അവിടെ അജ്ഞതയില്ല, എവിടെ ലൈറ്റ് ഉണ്ടോ അവിടെ ഡാർക്ക്നെസ് ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. Okay, so എന്തെങ്കിലും any questions? Okay,
എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ്? അല്ലെങ്കിൽ ടെക്സ്റ്റ് 20 പോവാം. ക്ലിയർ ആയോ? സോ ടെക്സ്റ്റ് 20. त्यक्त्वा कर्मफलासङ्गं नित्यतृप्त्यो निराश्रयां कर्मण्यभिप्रवर्तोऽपि नैव किञ्चित् करोति सा. त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रयां कर्मण्यभिप्रवर्त्योऽपि नैव किञ्चित् करोति सा. എല്ലാവരും ഒരു പ്രാവശ്യം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ത്വക്ത്വാ കർമ്മഫലാം സംഗം നിത്യകൃത്തോ നിരാശ്രയാഃ കർമ്മണ്യാഭിപ്രവൃത്തോऽപി നൈവ കിഞ്ചിത് കരോതി സാഹ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വക്താ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യാഭിപ്രവർത്തോऽപി നൈവ കിഞ്ചിത് കരോതി സാ. ഹരേ കൃഷ്ണ. അടുത്ത ആള്. त्यक्त्वा कर्मबलासङ्गं नित्यतृप्तो निराश्रयः कर्मण्याभिप्रवर्त्योऽपि नैव किञ्चित् करोति सा. വെരി ബോൾ. അടുത്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रय कर्मण्याभिप्रवृत्तोऽपि नैव किञ्चित् करोति सा. വെരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रय कर्मण्यभिप्रवर्तोऽपि नैव किञ्चित् करोति सः. വെരി ബോൾ. താങ്ക് യു. ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കോ മലയാളത്തില്? ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. വെരി ബോൾ. Abandoning all attachment to the results of his activities, ever satisfied and independent, he performs no fruitive action, although engaged in all kinds of undertakings. അവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? ഏത് തലത്തിലുള്ള കർമ്മത്തിനെ പറ്റി പറയുന്നത്? Abandoning all attachments to the results of his activities, ever satisfied and independent, he performs no fruitive action, though engage in all kinds of undertakings. എന്താണ് ആരെ പറ്റി അവിടെ പറയുന്നത്? കർമ്മകാണ്ഡി, കർമ്മയോഗി, ജ്ഞാനി, ധ്യാനി, ഭക്തൻ. ഭക്തൻ അല്ലേ? അതെ. എല്ലാം ചെയ്യും, പക്ഷെ തനിക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നു. അതേസമയം തന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ച ഒരു ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവടിയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കും. എങ്ങനെ അർജുനൻ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചുവോ, അതേപോലെ നമ്മളും പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുകയാണെങ്കിൽ എങ്ങനെ ഭഗവാൻ അർജുനന്റെ തേരാളിയായി അർജുനെ നല്ല വഴിക്ക് നയിച്ചു, അതേപോലെ നമ്മളുടെ മനസ്സിനെ നല്ല വഴിക്ക് നയിക്കാനും ഭഗവാൻ സന്നദ്ധനാകും. പക്ഷെ നമ്മൾ പൂർണ്ണ ശരണാഗതി പ്രാപിക്കണം. അവശ്യ രക്ഷിപേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണ മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ എന്നുള്ള ദൃഢവിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കണം എന്നല്ല പറയാം. നമ്മൾ നമ്മുടെ എഫേർട്സ് എടുക്കണം, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം. പക്ഷേ ഇതെല്ലാം നടത്തി തരുന്നത് ഭഗവാനാണ്. ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലൊന്നല്ല. നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മളുടെ ധർമ്മം, നമ്മുടെ കർമ്മം ചെയ്യുക, സിൻസിയറായിട്ട് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് കർമ്മണ്യവാദികാര്യസ്ഥ മാ ഫലേഷു കഥാചന എന്നാണ് അതിൻ്റെ അർത്ഥം. കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്, അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് അനുഭവിക്കാനുള്ള അധികാരമില്ല. അത് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ്. മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന എന്താണ് അതിൻ്റെ അർത്ഥം വെച്ചാൽ, നമ്മളുടെ ഡ്യൂട്ടി ചെയ്യണം, കർമ്മം നമ്മുടെ കൺട്രോളിലല്ല.
അതായത് കർമ്മഫലം നമ്മുടെ കൺട്രോളിലല്ല. നമ്മളുടെ കർമ്മം ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിലാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ വരിക വരാതിരിക്കുക അത് എൻ്റെ കൺട്രോളിലാണ്. എനിക്ക് വരാം, വരാതിരിക്കാം. ഓക്കെ, എനിക്ക് സിനിമയ്ക്ക് പോവാതിരിക്കാം, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാം, എന്ത് പ്രവൃത്തി വേണം ചെയ്യാം. അതൊക്കെ എൻ്റെ ചോയ്സാണ്. ഭഗവാൻ അതിൽ ഇടപെടില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫലം അത് എൻ്റെ കയ്യിലാണ്. അത് എൻ്റെ കയ്യിലാണോ? എൻ്റെ ചോയ്സ് ആണോ അത്? ഞാൻ പരീക്ഷ എഴുതി, ഓക്കെ, എത്ര മാർക്ക് കിട്ടണം എന്നുള്ളത് എൻ്റെ കയ്യിലാണോ? അല്ല, ഭഗവാന്റെ കയ്യിലാണ്. ആ റിസൾട്ട് എൻ്റെ കയ്യിലല്ല. അപ്പൊ അതേപോലെ കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ടെങ്കിലും റിസൾട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരിക? റിസൾട്ട് ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന വീട്ടില് ഇന്ന രാജ്യത്ത് ഇന്ന അച്ഛനമ്മമാരുടെ മകനായിട്ട് ജനിക്കണം വാശി പിടിക്കാൻ പറ്റുമോ? എൻ്റെ ചോയ്സ് ആണോ അത്? അല്ല, എൻ്റെ ചോയ്സ് അല്ല. പക്ഷേ ജനിച്ച ശേഷം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്, അല്ലേ? അപ്പോ അതേപോലെ തന്നെ കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കർമ്മഫലം നമുക്ക് നമ്മുടെ കൺട്രോളിലെത്തുകൊണ്ട് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഏത് സമയത്ത് എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കർമ്മഫലം നമ്മുടെ കൺട്രോളിലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത്. അത് നമ്മളുടെ കാഴ്ചപ്പാടിൽ, ഭൗതിക കാഴ്ചപ്പാടിൽ നന്നായിട്ട് വരാം, അല്ലെങ്കിൽ ചീത്തയായിട്ട് വരാം. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഒരു വ്യക്തി, ഓക്കെ, ഒരു കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തിനെ കുടുക്കി, എന്നിട്ട് ജയിലിലടച്ചു. ആ വ്യക്തി പറഞ്ഞു, ഞാൻ മനസാ വാചാ കർമ്മണ, അറിയാത്തൊരു കാര്യത്തിനാണ് എന്നെ പിടിച്ചിട്ട് ജയിലിൽ ശിക്ഷിച്ചത്, അല്ലെ? അതല്ലേ പറയാ, എല്ലാവരും അങ്ങനെ പറയാ. പഞ്ചപാവം, ഒരു തെറ്റും ചെയ്തില്ല, ഒരു ഉറുമ്പിനെ കൂടിയും നോവിക്കാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥിതി എന്തുകൊണ്ട് വന്നു? എന്താണ് അതിന്റെ കാരണം? ആ കാരണം എന്റെ കർമ്മഫലം ആ സമയത്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കർമ്മഫലം ആ സമയത്താണ് അത് ഫ്രക്ടിഫൈ ആയത്. അപ്പോ അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ശിക്ഷ കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ഏടുകൾ വായിക്കുന്നില്ല. കഴിഞ്ഞ ഏടുകൾ പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നില്ല. നമ്മളൊരു പിക്ചർ കാണാൻ പോവാണ്, ഇന്റർവെല്ലിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. ഇന്റർവെല്ലിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ആ ഇന്റർവെൽ പിക്ചർ തുടങ്ങിയ ഉടനെ ഒരാളെ വെറുതെ ഇരിക്കുന്നു, വേറെ ആൾ വന്നിട്ട് കത്തിക്കൊണ്ട് കുത്തുന്നു. നമ്മളെന്തായിരിക്കും, ഒരു പാവം ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ആ കസേല ഇരിക്കുന്ന ആള് പെട്ടെന്ന് ഒരാൾ വന്ന് വേറെ ആൾ വന്നിട്ട് കത്തിക്കൊണ്ട് കുത്തു പറഞ്ഞാൽ നമ്മളെന്താ പറയാ? നമുക്ക് ആദ്യത്തെ പാട്ട് നമുക്കറിയില്ല. ആദ്യത്തെ പാട്ട് നമുക്ക് അറിയുമെങ്കിൽ നമ്മളതിന് കുറ്റം കാണില്ല. കാരണം അയാള് ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ കർമ്മമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതേപോലെ നമ്മൾ മുജ്ജമ കർമ്മം നമുക്ക് അറിയില്ല. നമ്മൾ എന്തെല്ലാം അപരാധങ്ങൾ, എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയില്ല. അപ്പൊ അത് വിത്ത് ചെടിയായി പുഷ്പമായി ഫലം തരുന്നത് പല പല സമയത്തിലാണ്. ചിലപ്പോ മാസങ്ങളെടുക്കും, ചിലപ്പോ വർഷങ്ങളെടുക്കും, അല്ലെ? ചിലപ്പോ ചില ദിവസങ്ങളെടുക്കും. അതേപോലെ നമ്മുടെ കർമ്മങ്ങളും ഫ്രക്ടിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മുടെ കയ്യിലല്ല എന്ന് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പൊ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മഫലങ്ങളും അതിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. അദ്ദേഹം കർമ്മം ചെയ്യുന്നു ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഒരിക്കലും അതിന്റെ ഫലം ഇച്ഛിച്ചിട്ടല്ല. അപ്പൊ എപ്പോഴും അദ്ദേഹം തൃപ്തനാണ്. ഒരു കർമ്മവും ഫലം ഇച്ഛിച്ച് ചെയ്യുന്നില്ല, പക്ഷെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഭക്തൻ. ഇതാണ് കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ. എല്ലാ കർമ്മങ്ങളും without expecting any result, without any attachment, he does it. Such a person is Krishna conscious person. അതാണ് പറയുന്നത്. This freedom from the bondage of actions is possible only in Krishna consciousness.
when money is doing everything of Krishna. ഇത് ഭക്തി മാർഗത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. കർമ്മം, ധ്യാനം, ജ്ഞാനത്തിൽ ഇല്ല. ഇതിലെല്ലാം ഭക്തി എലിമെന്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭക്തി എലിമെന്റ് ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും സറണ്ടറൻസ് ഇല്ല. ഒരു ഭക്തൻ, കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ, കൃഷ്ണ കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഒരു ഭക്തൻ മാത്രമാണ് പൂർണ്ണമായിട്ടും സറണ്ടർ. ഇപ്പൊ നാം വിചാരിക്കും നമ്മളെല്ലാം ഭക്തന്മാരാണെന്ന്, അല്ലേ? നമ്മുടെ ഭക്തന്മാരാണെങ്കിലും പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. നമ്മൾ ആ ഒരു ഫുള്ളി സറണ്ടേർഡ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. നമ്മളുടെ ഒരു ഡിറ്റർമിനേഷൻ, നിഷ്ഠ, ഓക്കെ, അത് നമ്മളുടെ സിൻസിയറിറ്റിക്ക് നോക്കിയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ആ സ്ഥലത്തിലേക്ക് ഉയരാൻ പറ്റും, അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്താൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ അത് സാധിച്ചെടുക്കാൻ പറ്റും. അല്ല, നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി ഡോണ്ട് നോ ഹൗ മെനി ലൈഫ്സ് വി ഹാവ് ടു ടേക്ക്. So a Krishna conscious person acts out of pure love for the Supreme Personality of Godhead, and therefore he has no attraction for the results of his action. ഒരു അമ്മയും അച്ഛനും കുട്ടികളെ വളർത്തിയെടുക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ? നന്നായിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഏർപ്പാട്, അവർക്ക് ട്യൂഷൻ ഫീസ് കൊടുത്തു, അവര് നല്ല സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തു, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും അവരൊന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. അതേപോലെ നമ്മളും നമ്മളുടെ സുപ്രീം ഫാദർ ആയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്നും റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടാവരുത്. അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് പ്യുവർ ലവ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു അച്ഛനും അമ്മയും അതേ മക്കളോട്, അല്ലെങ്കിൽ മക്കള് അച്ഛനും അമ്മമാരോടും യാതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ പ്രേമിക്കുന്നത്, അതേപോലെ നമ്മളും ഭഗവാനോട് യാതൊന്നും ഇച്ഛിക്കാണ്ട് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പ്രേമിക്കുക വെച്ചാൽ അതാണ് വാഴുള്ളൂ, അതാണ് ശാശ്വതമായിട്ടുള്ളൂ. ഹി ഈസ് നോട്ട് ഈവൻ അറ്റാച്ച്ഡ് ടു ഹിസ് പേഴ്സണൽ മെയിൻ്റനൻസ്. ഓക്കെ, അയ്യോ ഞാൻ ഇത്രയൊക്കെ ജപിക്കുന്നില്ലേ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ഭഗവാൻ എന്നെ മെയിൻറ്റെയിൻ കൂടി ചെയ്യുന്നില്ലല്ലോ, ഒരു കംപ്ലൈന്റും ഇല്ല. സുദാമാവിന് അതായത് കുചേലന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു? ഒരു കംപ്ലൈന്റ് ഉണ്ടായില്ല. ഭാര്യയുടെ നിർബന്ധം, സുശീല അല്ലെ, ഭാര്യയുടെ നിർബന്ധം കാരണം പോയതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിനും മനസ്സില്ലേ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരുന്നു. 28 കുട്ടികൾ. ആട്ട് ഭാര്യയുടെ നിർബന്ധം കാരണം ഇങ്ങനെ ഭഗവാനെ കാണാൻ എന്തെങ്കിലും നമുക്ക് തരണേ, രക്ഷിക്കണേ. പക്ഷേ അപ്പോഴും സുദാമ അല്ലെങ്കിൽ കുചേലന് ഒരു ആഗ്രഹമില്ല ചോദിക്കാൻ. അവിടെ ചെന്നപ്പോൾ ചോദിച്ചില്ല. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലേ? എല്ലാം കൊടുത്തു. അതേപോലെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തരും. ശ്രീല പ്രഭുപാദ അമേരിക്കയിൽ പോയി 70-ാമത്തെ വയസ്സിൽ 40 രൂപ വെച്ചിട്ട്, ഓക്കെ, ഭഗവാനുള്ള ആ അടിയുറച്ച വിശ്വാസം, അല്ലെ, a firm faith, conviction in his protection. അതുകൊണ്ടാണ് ആ ഏജില് പ്രഭുപാദ കാർഗോ ഷിപ്പില് വെറും 40 രൂപയായിട്ട് അവിടേക്ക് പോകാൻ പറ്റിയത്. ഭഗവാൻ എല്ലാം അറേഞ്ച് ചെയ്തില്ലേ? 11-12 കൊല്ലം കൊണ്ട് 108 ടെമ്പിള് സ്ഥാപിച്ചു, എത്രയോ ഭക്തന്മാരെ ആക്കി, എത്രയോ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു, കമ്മ്യൂണിറ്റി ഫാംസ്, ഗോവിന്ദാസ് റെസ്റ്റോറന്റ്, രഥയാത്ര, ഇന്റർവ്യൂസ്, അല്ലെ, എന്തെല്ലാം ചെയ്തു ഈ 11-12 കൊല്ലം കൊണ്ട്. ആരാണ് മെയിൻറ്റെയിൻ ചെയ്തത്? പ്രഭുപാദയുടെ ടോട്ടൽ സറണ്ടറൻസ് ഭഗവാൻ മെയിൻറ്റെയിൻ ചെയ്തില്ലേ? അതേപോലെ നമുക്കും ആ ഒരു ഡിറ്റർമിനേഷൻ, ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഒരു നിഷ്ഠ ഉണ്ടെങ്കിൽ ഭഗവാനും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിലും, പക്ഷെ നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് വേണ്ടുന്ന എല്ലാം വേണ്ട സമയത്ത് തന്ന്, വേണ്ട സമയത്ത് വേണ്ട പോലെ ഗൈഡ് ചെയ്ത് നമ്മുടെ ശരിക്കും നയിക്കും. എങ്ങനെ അർജുനനെ ഭഗവാൻ തന്നെ തേരാളിയായിട്ട് അർജുനന്റെ രഥത്തിനെ നയിച്ചു, അതേപോലെ നമ്മളുടെ മനസ്സാകുന്ന രഥത്തിനെ ഭഗവാൻ വേണ്ട പോലെ നയിക്കും, വേണ്ട പോലെ ഗൈഡ് ചെയ്യും, വേണ്ട പോലെ ഇൻസ്പയർ ചെയ്യും.
നമ്മൾ ടോട്ടൽ സറണ്ടേഴ്സ് വേണം, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. So he is not even attached to his personal maintenance, for everything is left to Krishna, nor is he anxious to secure things, nor to protect things already in his possession. He does his duty to the best of his ability and leaves everything to Krishna. അപ്പൊ നമ്മളെ ആസ് എ ഭക്ത, പ്യുവർ ഭക്ത, നമ്മളുടെ കർത്തവ്യം, നമ്മളുടെ ധർമ്മം, നമ്മളുടെ കർമ്മം അത് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. ബാക്കിയെല്ലാം ഭഗവാൻ വിട്ടുകൊടുക്കാം. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. അതാണ് ഫുൾ സറണ്ടർ, ശരണാഗതി. പക്ഷെ ഇപ്പോഴും നമ്മൾ കുറച്ച് പിടിക്കും. അയ്യോ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ, അങ്ങനത്തെ വിശ്വാസമല്ലേ, പേടിയാണ്, പോയാലോ. Such an unattached person is always free from the resultant reactions of good and bad. രണ്ടും, പാപം പുണ്യം, ഇതിന്റെ രണ്ട് റിസൾട്ടിൽ നിന്ന് നമ്മൾ മുക്തരാകും. ഇറ്റ് ഈസ് ആസ് ദോ ഹി വർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പോൾ കർമ്മം ചെയ്യാത്ത ഒരു അവസ്ഥ, എല്ലാ കർമ്മം ചെയ്തിട്ടും, അതായത് പുണ്യവും ഇല്ല, സമ്പാദിക്കുന്നില്ല, പാപവും സമ്പാദിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. ആസ് ഇഫ് it is as though he were not doing anything. This is the sign of akarma. എന്താണ് അകർമ്മ എന്ന് വെച്ചാൽ, നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, നമുക്ക് പുണ്യകർമ്മോ അല്ലെങ്കിൽ പാപകർമ്മോ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യാത്ത ഒരവസ്ഥയിൽ പോവുക. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഒരു റിയാക്ഷൻ, ഗുഡ് ഓർ ബാഡ്, ഒരു റിയാക്ഷൻ കിട്ടുന്നില്ല. അതാണ് അകർമ്മ സ്റ്റേജ്. ഓർ ആക്ഷൻസ് വിതൗട്ട് ഫ്രൂട്ടീവ് റിയാക്ഷൻസ്. എനി അതർ ആക്ഷൻ therefore devoid of Krishna consciousness is binding upon the worker. ബാക്കി അത് ഈ അകർമ്മ സ്റ്റേജിലല്ലാത്ത ഏത് കർമ്മം ചെയ്താലും ആ വ്യക്തിയെ ബന്ധിപ്പിക്കും. is binding upon the worker, and that is the real aspect of vikarma as explained herein before. വികർമ്മ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ ആക്ടിവിറ്റീസ്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങള്. അല്ലെ, കർമ്മ, വികർമ്മ, അകർമ്മം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ചെയ്യണം? കർമ്മ, വികർമ്മ, അകർമ്മ. നമ്മൾ ഏത് കർമ്മം ചെയ്യണം? അകർമ്മം. അതിന് റിയാക്ഷൻസ് ഇല്ല, നല്ലതും ചീത്തയും, ഗുഡ് ഓർ ബാഡ്. റിയാക്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബന്ധിക്കപ്പെടില്ല. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി കിട്ടിയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റും. കർമ്മം ചെയ്താലും, സത്കർമ്മം ചെയ്താലും ശരി, ദുഷ്കർമ്മം ചെയ്താലും ശരി, നമുക്ക് റിയാക്ഷൻ. സത്കർമ്മം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വയസ് ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മുടെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ നല്ല ഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട്, അപ്പോൾ പുണ്യം നമുക്ക് കിട്ടുന്നു. ഓക്കെ, അതുപോലെ വികർമ്മം, ഫോർബിഡൻ ആക്ടിവിറ്റീസ്, ചെയ്യാൻ പാടില്ലാത്ത, അപ്പൊ അതിൻ്റെ സിൻഫുൾ റിയാക്ഷൻസ് കിട്ടുന്നു. ഇത് രണ്ടും നമ്മളെ ബന്ധിപ്പിക്കുന്നു. അല്ലെ, കർമ്മം, വികർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നു, അകർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഏത് കർമ്മം ചെയ്യണം? അകർമ്മം ചെയ്യണം. ഇതാണ് 19 and 20 നമ്മൾ എടുത്തുനിന്ന്, അല്ലെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ച पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय। गो प्रेमानंदी हरि हरि। हरे कृष्णा।